ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രീതി പറയാൻ തുടങ്ങിയ കഥ വർഷങ്ങൾക്ക് മുൻപ് നടന്നതായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പ്രീതിക്ക് 21 വയസ്സുള്ളപ്പോൾ നടന്ന കഥയായിരുന്നു അത്. എൻ്റെ അച്ഛൻ ഭ്രാന്താശുപത്രിയിലായതിനു ശേഷം വീട് കടം കയറി. അമ്മയുടെ ഹോസ്പിറ്റലിലെ ജോലി കൊണ്ട് മാത്രം വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. വീട് മുൻപ് തന്നെ പണയത്തിലായിരുന്നു. അച്ഛൻ കൂടി ആശുപത്രിയിലായപ്പോൾ വീടെല്ലാം പണയത്തിൽ നിന്നും ജപ്തിയിലേക്ക് മാറി തുടങ്ങുന്ന സമയമായിരുന്നു അത്. അന്നൊക്കെ അമ്മ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ എന്നെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ തന്നെയാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചതും. അമ്മയും ഞാനും വളരെ കഷ്ടപ്പെട്ട് മുന്നിലേക്ക് ജീവിക്കുന്ന ആ സമയത്താണ് അമ്മയുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ ദിനേശ് എന്നെ ആദ്യമായി കാണുന്നത്. അയാൾക്ക് എന്നിലൊരു കമ്പമുണ്ടായി. അയാളുടെ പലപ്പോഴുമുള്ള ആ വൃത്തികെട്ട നോട്ടം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അമ്മയോട് അതൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ കടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാം, പക്ഷേ ഞാൻ അയാൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കണമെന്ന് അയാൾ എന്നോട് രഹസ്യമായി പറഞ്ഞത്. അത് കേട്ടപാടെ അയാളുടെ കരണത്ത് ഞാൻ 2 പൊട്ടിച്ചെങ്കിലും വീണ്ടും വീണ്ടും ആ ആവശ്യവുമായി എന്നെ അയാൾ സമീപിച്ചിരുന്നു. ഇതൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അമ്മ ഒരു ദിവസം മറിഞ്ഞു വീണു. ഹോസ്പിറ്റലിലാവുകയും ചികിത്സയ്ക്ക് മരുന്നിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലുമായി ഞങ്ങൾ. അമ്മയുടെ ജീവൻ നിലനിർത്താൻ ഞാൻ എന്തിനും തയ്യാറായിരുന്നു. അന്നേരം അയാൾ എനിക്ക് മുന്നിൽ വെച്ച ഓഫർ എനിക്ക് സ്വീകരിക്കേണ്ടതായി വന്നു. എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പൈസയും വീടും തിരിച്ചെടുക്കാനുള്ള കാശുമായി അയാൾ 10 ലക്ഷം രൂപ തന്നു. എല്ലാം പരിഹരിച്ചു. കാശെല്ലാം തന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴും ആ സാറിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇതെല്ലാം തന്നതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. മറ്റൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് അയാൾ പറഞ്ഞതനുസരിച്ച്, അയാൾക്ക് കൊടുത്ത വാക്കനുസരിച്ച് അയാളുടെ വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. അയാൾ എന്നെ നശിപ്പിക്കാനായി തുടങ്ങുകയായിരുന്നു. അന്നേരം അയാളുടെ വീടിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് അമ്മയുടെ ചേട്ടൻ അങ്ങോട്ട് വന്നു. ദിനേശ് നമുക്ക് തന്ന ക്യാഷ് മുഴുവൻ അയാളുടെ മുന്നിൽ വെച്ച് എന്നെയും കൂട്ടി അമ്മാവൻ അവിടെ നിന്നും തിരികെ പോയി. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടില്ല. അത്രയും നാൾ ഗൾഫിലായിരുന്ന ആളായിരുന്നു എൻ്റെ അമ്മാവൻ. അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു വന്ന അമ്മാവൻ ഒരു ചിട്ടി പിടിച്ചായിരുന്നു ആ കാശ് മുഴുവൻ ദിനേശിന് നൽകിയത്. പിന്നീട് ഞാൻ സത്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ അന്നേരം എന്നെ ഒരുപാട് പൊതിരെ തല്ലി. പിന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരാനോ അയാളെ കാണാനോ നിന്നിട്ടില്ല. പ്രീതി ഇത്രയും കഥ രഘുവിനോട് പറഞ്ഞ് നെടുവീർപ്പിട്ടു. രഘുവേട്ട, പിന്നീട് ഞാൻ അയാളെ കാണുന്നത് അന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ്. അന്ന് നീ എല്ലാത്തിനും സമ്മതിച്ചിരുന്നല്ലോ. ഇന്ന് പിന്നെ എന്താ കുഴപ്പമെന്ന് കേട്ടുകൊണ്ടായിരുന്നു അയാളുടെ വരവ്. ആ സമയത്താണ് അത് കേട്ടുകൊണ്ട് രഘുവേട്ടൻ വന്നത്. അത് മാത്രം കേട്ട രഘുവേട്ടൻ ഞാൻ പണ്ട് അയാളുടെ കൂടെ കിടന്നു കൊടുത്തിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ നടന്നത് എന്തെന്ന് ഞാൻ പറയണോ രഘുവേട്ട? ഇത്രയും പറഞ്ഞ് പ്രീതി രഘുവിന് മുന്നിൽ നിന്ന് കരഞ്ഞു. അന്നേരം രഘു പ്രീതിയെ കെട്ടിപ്പിടിച്ചു. ഇനി എനിക്ക് വരാനുള്ള സമയമാണ്. ആ പാഞ്ചാലിയും ഉർവശിയും വെളിച്ചത്ത് വരും. നമുക്ക് കാണാം കഥയിൽ നടക്കാൻ പോകുന്ന ആ വലിയ ട്വിസ്റ്റ് എന്താണെന്ന്. നമ്മുടെ അമ്മയെയും അച്ഛനെയും രുദ്രനെയും ഒക്കെ കൊന്നത് എല്ലാം അവരാണ്. നിന്റെയൊക്കെ അന്ത്യം കണ്ടിട്ടേ അവൾ പോകുള്ളൂടാ. അയാളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. എന്താ പ്രീതി, എന്നെയാണോ പേടിക്കേണ്ടത്?